വെൽക്കം ടു ATM ആൻഡ് വിത്ത് യുവർ നോളജ്. റിപ്പോർട്ടർ സ്പീച്ചിന്റെ 14 ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിന്റെ അവസാന രണ്ട് പിരിവുകൾ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അസർട്ടീവ് സെന്റൻസസ്. അപ്പൊ അസർട്ടീവിലുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ആൻഡ് സജഷൻസ് കാത്തിരിക്കുന്നു. അത് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക്. Assertive sentence and future perfect tense. നോക്കാം. She said, they shall have done the work. They shall have done the work. അവർ ജോലി തീർത്ത് കഴിഞ്ഞിരിക്കും. അതൊരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. ഭാവിയിൽ ഒരു സംഗതി നടന്നു കഴിഞ്ഞിരിക്കുമെന്ന് പറയലാണ്. അതൊരു സജഷൻ അല്ല, ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കുന്നു. അപ്പോൾ ഷാലിന്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കുക എന്നുള്ളതാണ്. ഷാൽ ഒരു ഫ്യൂച്ചർ ആക്ഷനെയാണ് കാണിക്കുന്നതെങ്കിൽ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഷാലിനെ നോർമലി വുഡ് ആക്കിയാണ് മാറ്റുന്നത്. ഷാലിനെ ഷുഡ് ആക്കാറുണ്ട്. ഇവിടെ നോർമലി നമ്മൾ ഷാലിനെ ഷുഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കാം. ഇത് അസർട്ടീവ് ആണ്. അതുകൊണ്ട് ഷീ സെഡ് എന്നുള്ള വെർബിന് ശേഷം ദാറ്റും കൂടി ചേർക്കും. ആ ഭാഗം ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, എഴുതി പോകാം. ഷീ സെഡ് ദാറ്റ്. ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ ആണ് പേഴ്സൺ പ്രൊനൗൺ എങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അവക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് അതായി തന്നെ തുടരുന്നതായിരിക്കും. അപ്പോ ഷീ സെഡ് ദാറ്റ്, ദേ തന്നെയാണ്. ദേ. ഈ പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ച്, അവയുടെ മാറ്റങ്ങളെ കുറിച്ച് കുറേയധികം വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോ ഷീ സെഡ് ദാറ്റ് ദേ ഷാൽ ഹാവ് ഡൺ എന്നുള്ളത് നമ്മൾ ഈ ഷാലിന് മാത്രം ഒരേ ഒരു മാറ്റം, അത് വുഡ് ഹാവ് ഡൺ. ഷാൽ ഹാവ് ഡൺ എന്നുള്ളത് വുഡ് ഹാവ് ഡൺ എന്ന് മാത്രമാക്കി മാറ്റുന്നു. ദ വർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഷീ സെഡ് ദേ ഷാൽ ഹാവ് ഡൺ ദ വർക്ക്. ഷീ സെഡ് ദാറ്റ് ദേ വുഡ് ഹാവ് ഡൺ ദ വർക്ക്. കഴിയും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസിന്റെ 4ാമത്തെ പിരിവായിട്ടുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻവേർട്ടഡ് കോമയിൽ വന്നാൽ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. ഇൻവേർട്ടഡ് കോമയിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്ലസ് അത് അസർട്ടീവും കൂടിയാണ്. അസർട്ടീവ് ആണെങ്കിൽ സെഡിന് ശേഷം റിപ്പോർട്ടിംഗ് വെർബായ സെഡിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം ദാറ്റ് ചേർക്കണമെന്ന് നമുക്കറിയാം. നോർമലി സെഡ് ടു ഹിം എന്നുള്ളതൊക്കെ നമ്മൾ ടോൾഡ് ഹിം എന്നാക്കി മാറ്റാറുണ്ട് പതിവ്. അപ്പൊ നമുക്ക് നോക്കാം. ഐ സെഡ് ടു ഹിം എങ്ങനെ പറയാം? ഐ ടോൾഡ് ഹിം. നിങ്ങൾ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഈ സെഡ് ടു ഹിം എങ്ങനെ ടോൾഡ് ഹിം ആയത് എന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. മനസ്സിലാകാത്തവർ ഇതിനു മുമ്പിലുള്ള വീഡിയോസ് ഒന്ന് കണ്ടേക്കുക. ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പോ ഐ ടോൾഡ് ഹിം അസർട്ടീവ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിന് ശേഷം ദാറ്റ് വെക്കുന്നു. ഇനി ഇവനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻവേർട്ടഡ് കോമയിലുള്ള പേഴ്സണൽ പ്രൊനൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു ആണെങ്കിൽ അതിന് റിപ്പോർട്ടിംഗ് വെർബായ സെഡിന്റെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഹിമ്മുമായിട്ടായിരിക്കും ബന്ധം. അപ്പോൾ യുവിനെപ്പോഴും ഒബ്ജക്റ്റുമായിട്ടാണ്, റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റുമായിട്ടാണ് ബന്ധം. ഞാൻ അവനോട് പറഞ്ഞു. നീ എന്നുള്ളത് ആരാണോ? ഈ അവൻ തന്നെയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഐ ടോൾഡ് ഹിം ദാറ്റ്. യു ആരായി മാറണം? യു എന്നുള്ളത് ഇവനാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവൻ എന്നാക്കി മാറണം. യു വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ്, വർക്കിംഗ് ഫോർ ലോങ്. നീ കുറെ നാളുകളായിട്ട് ജോലി ചെയ്യുകയായിരിക്കും. അപ്പൊ നീ എന്നുള്ളത് അവൻ കുറെ നാളുകളായി ജോലി ചെയ്യുകയായിരിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നാക്കി മാറ്റണം. അപ്പൊ എങ്ങനെ പറയുന്നു? ഐ ടോൾഡ് ഹിം ദാറ്റ്. യു ആരായി മാറുന്നു? ഹി ആകുന്നു. വിൽ
ആകുന്നു would. കഴിഞ്ഞു. So I told him that he would, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. He would have been working for long. I told him that he would have been working for long. വളരെ സിമ്പിൾ ആണ്. ഫ്യൂച്ചർ ടെൻസിനെ റിപ്പോർട്ടർ സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വളരെ നിസ്സാരമാണ്. ഷാൽ ഓർ വില്ലിനെ വുഡ് ആക്കി മാറ്റുക. കഴിഞ്ഞു പരിപാടി. ഈ സംഗതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിൽ പഠിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.